ഇനി അടുത്തതായിട്ട് ഇവൻ ഇന്നലെ കടയിൽ ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിനെ എങ്ങനെയാണ് ക്ലീൻ ഇതിന് ഫ്രോസൺ സാധനം വാങ്ങിയിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ളതിന് ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഞാൻ ആദ്യമായിട്ട് അതിനെ ചെയ്യാൻ പോണത്. നമുക്ക് പരിശ്രമിക്കാം അല്ലേ? ഓ പണിയെടുക്കാനുണ്ടല്ലോ. സോ ഞാനിങ്ങനെ ഇതിങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ കമൻറ്റ് ബിലോ. പീൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നല്ല സുന്ദരൻ കൊള്ളിയേ. പക്ഷേ ഉണ്ടല്ലോ അതിന് ഇനിയും ഇങ്ങനെ എന്തോ സാധനങ്ങൾ ഇങ്ങനെ അടർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവമേ, ഫ്രീസറിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ അറിയുന്നുണ്ട് ഇതിന് ഇത്രയ്ക്കധികം പണിയുള്ളതാണ് ഈ കൊള്ളി അല്ലെങ്കിൽ കപ്പ ഉണ്ടാക്കുക എന്നുള്ളത്. ഇതിന് ഞാൻ ഇനി ഓരോന്ന് എന്തോരം പറിച്ചു വരുന്നു നോക്കട്ടെ. ഇത് ഇനി ഉള്ളിയുടെ പോലെയാണോ? പറയും തോറും പറഞ്ഞുകൊണ്ടിരിക്കും. കുക്കറിൻ്റെ ഇത് കഴിഞ്ഞു. കൊള്ളി ഇങ്ങനെ വേവിച്ചു. മസാലയ്ക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചു. മമ്മി ഒരു കുഞ്ഞു നുള്ളു മഞ്ഞളിടാനാണ് പറഞ്ഞത്. ഞാൻ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം നൽകിയെന്ന പോലെ കുറേ മഞ്ഞളിട്ടു. സോ അങ്ങനെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് എത്തിയെന്ന്. സോ ഇവിടം വരെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നാവുന്നു. ഗൈസ്, എൻ്റെ ബീഫ് കറി റെഡിയായി. കറിയോ റോസ്റ്റോ ഇതിനെയും ഡ്രൈ ആക്കി എടുക്കാം. അതിനെനിക്ക് അത്ര ഇഷ്ടമില്ല. അത് കാരണം ഞാൻ എടുക്കുകയാണ്. കാരണം ഇപ്പോൾ ഓൾറെഡി 3 മണിയായി. പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കഴിക്കാനുള്ള തടിയൻ ചോറ് വീട്ടിലില്ലയെന്ന്. അപ്പോൾ തൽക്കാലം നമുക്ക് ബ്രെഡ് കൊണ്ടൊരു പൂക്കളിട്ട് ഇതും ബ്രെഡും കഴിക്കാം. സോ എങ്ങനെ ഉണ്ടാവോ ആവോ. ശരിയായില്ലെങ്കിൽ ഇത് കറി മാക്കി ആ ബ്രെഡിൽ ബട്ടർ തേച്ച് കഴിക്കാം. ഞാൻ ഒരു ബീഫും കഷ്ണം കഴിക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട് ഗൈസ്. കുഴപ്പമില്ല, ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ആ ഉള്ളി ചെയ്തപ്പം അമ്മ ഇത്തിരി കറുത്ത കളർ വന്നിട്ടുണ്ടായിരുന്നു. കരിഞ്ഞുണ്ടായിരുന്നില്ല, എന്നാലും ഒരു കുഞ്ഞ് ഷെയ്ഡ്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്കിഷ്ടമായി. ഉപ്പിത്തിരി കൂടിയോന്നൊരു സംശയം. ആക്ച്വലി കൊള്ളാം. ഞാൻ ഇനി ഇതിരുന്ന് കഴിക്കട്ടെ ഗൈസ്. അപ്പോൾ അടുത്ത സാറ്റർഡേ നമുക്ക് പുതുതായിട്ട് വേറെ വല്ലതും ട്രൈ ചെയ്യാം. കാരണം ട്രൈ ചെയ്യാൻ ഇഷ്ടം പോലെയുണ്ട്. കാരണം ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത കാരണം എല്ലാം പുതുതയാണ്. അയ്യോ എനിക്ക് കൊതി വരും. ഞാൻ ഇത് കഴിച്ചോണ്ടിരിക്കുക. അയ്യോ ഇത് തീരുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം. അപ്പോൾ ശരി.